666 3 അക്കങ്ങൾ മാത്രം. പക്ഷേ ഈ 3 അക്കങ്ങൾ കേൾക്കുമ്പോൾ പോലും ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് ഒരു കാര്യം ഓർമ്മ വരും: ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈ സംഖ്യയെക്കുറിച്ച് ഒരേ ഒരു വാക്യത്തിലാണ് നേരിട്ട് പറയുന്നത്. പക്ഷേ ആ ഒരേ ഒരു വാക്യം നൂറ്റാണ്ടുകളായി മനുഷ്യരെ ഒരു ചോദ്യത്തിന് പിന്നാലെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 666 യഥാർത്ഥത്തിൽ എന്താണ്? ഒരു വ്യക്തിയുടെ പേരാണോ? ഒരു രാജാവിൻ്റെ പേരാണോ? ഒരു സാമ്രാജ്യത്തിൻ്റെ അടയാളമോ? അതോ ഇനിയും വരാനിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരോ സ്ഥാനപ്പേരോ? ഇതിലും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ബൈബിൾ തന്നെ പറയുന്നു, ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. അതായത് 666 മനസ്സിലാക്കാൻ വെറും ഊഹാപോഹം പോരാ, ജ്ഞാനവും വിവേകവും വേണം. ഇന്ന് ബൈബിളിൽ നിന്ന് മാത്രം 666 കുറിച്ച് 5 പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷേ അവസാനത്തെ പോയിന്റിലെത്തുമ്പോൾ ഈ 3 അക്കങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ബൈബിളിൽ ചില സംഖ്യകൾക്ക് വെറും മാത്തമാറ്റിക്കൽ വാല്യൂ മാത്രമല്ല ഉള്ളത്, അവയ്ക്ക് പ്രതീകാത്മകമായ അർത്ഥവുമുണ്ട്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം 7 എന്ന സംഖ്യയാണ്. 7 ദിവസങ്ങൾ, വെളിപ്പാടിൽ 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 പാത്രങ്ങൾ. ബൈബിളിലുടനീളം 7 എന്ന സംഖ്യ പലപ്പോഴും പൂർണ്ണതയോടും സമ്പൂർണ്ണതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ 6, ഇവിടെയാണ് കാര്യം ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതു ദിവസമാണ്? 6-ാം ദിവസം. പിന്നെ ദൈവം മനുഷ്യനോട് പറഞ്ഞു, 6 ദിവസം ജോലി ചെയ്യുക, പക്ഷെ 7-ാം ദിവസം വിശ്രമിക്കുക. അതായത് 6, 7 തൊട്ടു മുമ്പുള്ള സംഖ്യ. അതുകൊണ്ട് ചിലർ ഇതിൽ പ്രതീകാത്മക പാറ്റേൺ കാണുന്നു. 6 മനുഷ്യന്റെ അപൂർണതയും 7 ദൈവത്തിന്റെ പൂർണ്ണതയും. ഇത് 666 ഡിഫിനിറ്റീവ് മീനിങ് ആണെന്ന് ബൈബിൾ നേരിട്ട് പറയുന്നില്ല. പക്ഷേ 666 3 തവണ 6 ആവർത്തിക്കുന്നത് അത് വെറും യാദൃച്ഛികമാണോ? അല്ലെങ്കിൽ മനുഷ്യന്റെ ദൈവത്തിനെതിരായ പരമാവധി ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണോ? ഇവിടെ നിന്നും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കാരണം ബൈബിൾ 666 വെറുതെ ഒരു സംഖ്യയായി മാത്രം നൽകുന്നില്ല, അത് ഗണിക്കണമെന്നും പറയുന്നു. വെളിപ്പാടിൻ്റെ 13:18 പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. എന്തുകൊണ്ടാണ് ബൈബിൾ ഗണിക്കട്ടെ എന്ന് പറയുന്നത്? 666 ഒരു സാധാരണ നമ്പർ അല്ലാത്തതുകൊണ്ടാകാം. അതിൻ്റെ പിന്നിൽ ഒരു പേര്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. പക്ഷേ അതിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല. ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ. ജ്ഞാനത്തിന്റെ ആരംഭം യഹോവയോടുള്ള ഭയമാണ്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തെ ബഹുമാനിക്കുകയും അവന്റെ വഴി നടക്കുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു രാത്രി ബെൽഷസ്സർ രാജാവിന്റെ വിരുന്നിനിടെ ചുവരിൽ ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. ആ കൈ ചുവരിൽ ചില വാക്കുകൾ എഴുതി. രാജാവിന്റെ ജ്ഞാനികൾ വന്നു, ജ്യോത്സ്യന്മാർ വന്നു, പക്ഷേ അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവസാനം ദാനിയേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവുള്ള ദാനിയേൽ ആ മിസ്റ്റീരിയസ് റൈറ്റിംഗിന്റെ അർത്ഥം വിശദീകരിച്ചു. അത് വെറും വാക്കുകളായിരുന്നില്ല, അത് ഒരു വിധിയായിരുന്നു. അങ്ങനെ തന്നെ 666 കുറിച്ചും ബൈബിൾ പറയുന്നത്. ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ആരെങ്കിലും 666 കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വിശ്വസിക്കേണ്ടതില്ല. ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 666 ആരുടേതാണ്? വെളിപ്പാട് 13 ഒരു ഭയാനകമായ മൃഗത്തെക്കുറിച്ച് പറയുന്നു. അത് കടലിൽ നിന്നും കയറി വരുന്നു. അതിനോട് അധികാരം നൽകുന്നത് സാത്താനാണ്. അതിനുശേഷം വെളിപ്പാട് 13:18 പറയുന്നു, അത് മൃഗത്തിന്റെ സംഖ്യയാണ്. അതായത് 666 എന്ന് വെറും ഒരു റാൻഡം നമ്പർ അല്ല, അത് മൃഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു മിസ്റ്ററി ഉണ്ട്. ബൈബിൾ പറയുന്നത് അതവന്റെ പേരിന്റെ സംഖ്യ കൂടിയാണ്. അപ്പോൾ ഒരു പേരിന് എങ്ങനെ ഒരു സംഖ്യപരമായ വാല്യൂ ഉണ്ടാകും? ഇന്നത്തെ കാലത്ത് ഇത് കേൾക്കുമ്പോൾ അല്പം സ്ട്രേഞ്ചായി തോന്നാം. പക്ഷേ ഏൻഷ്യന്റ് വേൾഡിൽ അക്ഷരങ്ങൾക്ക് സംഖ്യാപരമായി വാല്യൂ നൽകുന്ന രീതികളുണ്ടായിരുന്നു. ഇന്നും റോമൻ സംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ പുരാതന കാലത്ത് പേരിലെ അക്ഷരങ്ങൾക്ക് സംഖ്യകൾ അസൈൻ ചെയ്തത് ആ പേരിന്റെ ടോട്ടൽ വാല്യൂ കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇവിടെയാണ് 666 ഏറ്റവും ഫേമസ് തിയറീസിലൊന്ന് വരുന്നത്. ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാരനായ ഇറീനിയസ് ഉൾപ്പെടെയുള്ളവർ ഈ സംഖ്യ റോമൻ വേൾഡുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നീറോ സീസർ. നീറോയുടെ പേര് ഹിബ്രു ലെറ്ററിൽ കണക്കാക്കിയാൽ 666 ലഭിക്കുമെന്ന് പ്രസിദ്ധമായൊരു വ്യാഖ്യാനമുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോൺസിഡൻസ് മാത്രമാണോ? അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ കാലത്ത് റോമൻ പവറിനെ കുറിച്ച് ഒരു സൂചനയാണോ? ഇവിടെ മറ്റൊരു തിയറിയും കൂടെ ഉണ്ട്. ലാറ്റിനസ് എന്ന ഗ്രീക്ക് ടേമും 666 എന്ന വാല്യൂ ലഭിക്കുമെന്ന് ചിലർ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 666 റോമൻ എംപയറുമായി ബന്ധമുള്ള ഒരു വ്യക്തിയോ ഭരണാധികാരിയോ സൂചിപ്പിക്കുന്നതായിരിക്കാവുന്ന വ്യാഖ്യാനങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു.
പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇവയെല്ലാം വെറും വ്യാഖ്യാനങ്ങളാണ്. ബൈബിൾ തന്നെ നീറോ ആണ് 666 എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്നത് ഇത്രമാത്രം: 666 മൃഗവുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്. പക്ഷേ 666 തന്നെയാണോ മൃഗത്തിന്റെ അടയാളം? ഇവിടെയാണ് അടുത്ത വലിയ കൺഫ്യൂഷൻ വരുന്നത്. പലരും പറയുന്നത് കേൾക്കാം 666 തന്നെയാണ് മൃഗത്തിന്റെ അടയാളമെന്ന്. പക്ഷേ വെളിപ്പാടിലെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ രണ്ടും ഒരേ കാര്യമല്ലെന്ന് കാണാം. വെളിപ്പാടിന്റെ 13 പറയുന്നത് മൃഗം എല്ലാവരെയും, ചെറിയവരെയും വലിയവരെയും, സമ്പന്നരെയും ദരിദ്രരെയും, സ്വാതന്ത്ര്യരെയും അടിമകളെയും വലത് കൈയിലോ നെറ്റിയിലോ ഒരു അടയാളം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു. പിന്നെ പറയുന്നു ആ അടയാളമോ മൃഗത്തിന്റെ പേരോ അല്ലെങ്കിൽ അവന്റെ പേരിന്റെ സംഖ്യയോ ഇല്ലാതെ ആർക്കും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാർക്ക്, നെയിം, നമ്പർ എന്നിങ്ങനെ വ്യത്യസ്തമായി പറയുന്നതാണ്. അതായത് 666 മാർക്ക് എന്നല്ല, 666 മൃഗത്തിന്റെ പേരുമായി പദവിയുമായി ബന്ധപ്പെട്ട സംഖ്യയായിരിക്കാം എന്നാണ്. അതേസമയം അവന്റെ അധികാരത്തിന്റെ അടയാളമായിരിക്കാം. ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ ഒന്ന് തന്നെയല്ല. ഇനിയും 5ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോഴാണ് ഈ മിസ്റ്ററി കൂടുതൽ ഡീപ്പാകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വീണ്ടും വെളിപ്പാട് 13:18 അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ഒരു മനുഷ്യന്റെ. ഇത് ശ്രദ്ധിക്കുക. 666 വെറും ഒരു സിസ്റ്റത്തിന്റെ നമ്പർ മാത്രമല്ലായിരിക്കാം, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആരാണ് മനുഷ്യൻ? ഇവിടെയാണ് പല വ്യാഖ്യാനങ്ങൾ വരുന്നത്. ദാനിയേലിന്റെ പുസ്തകം, വെളിപ്പാടിന്റെ പുസ്തകം, മൃഗം, 10 കൊമ്പുകൾ, 10 രാജാക്കന്മാർ ഇവയെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോൾ അവസാന കാലത്ത് വലിയൊരു രാഷ്ട്രീയ ശക്തി ഉയർന്നു വരുമെന്ന് ചില ക്രിസ്തീയ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുന്നു. ചരിത്രത്തിൽ റോമൻ എംപയറിന്റെ വിവിധ പുനർജീവനങ്ങളുമായി ബന്ധപ്പെടുത്തി പല നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. നെപ്പോളിയൻ, പിന്നീട് ഹിറ്റ്ലർ, മുസോളിനി, ഇങ്ങനെ പലരെക്കുറിച്ചും. ഇവരൊക്കെ യൂറോപ്യൻ ചരിത്രത്തിൽ വലിയ പൊളിറ്റിക്കൽ പവറുമായി ബന്ധപ്പെടുത്തിയ വ്യക്തികളായിരുന്നു. പക്ഷേ ഇവരിൽ ആരെയും ബൈബിൾ 666 എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഹിസ്റ്റോറിക്കൽ ഗസ്സിൽ മാത്രം കുടുങ്ങിപ്പോകരുത്. കാരണം റെവല്യൂഷൻ നൽകുന്ന ചിത്രം ഇതിലും വലുതാണ്. ഒരു ഘട്ടത്തിൽ ഒരു പവർഫുൾ പൊളിറ്റിക്കൽ ലീഡർ ഉയരും. അവന് വലിയ അധികാരം ലഭിക്കും. അവൻ ദൈവത്തിനെതിരെ സംസാരിക്കും. അവന്റെ അധികാരം ലോകത്തെ സ്വാധീനിക്കും. അവസാനം മനുഷ്യർ മൃഗത്തെ ആരാധിക്കുന്നതിലേക്ക് പോലും എത്തും. വെളിപ്പാടിന്റെ 13:4 മനുഷ്യർ ചോദിക്കുന്നു, മൃഗത്തോട് സദൃശൻ ആർ? അതിനോട് യുദ്ധം ചെയ്യാൻ ആർക്ക് കഴിയും? ഇതാണ് യഥാർത്ഥ ഭയം. 666 3 അക്കങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനെ ഉയർത്തുന്ന ഒരു ലോകം കൂടാണ്. അപ്പോൾ 666 എന്താണ്? നമുക്കിന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന 5 കാര്യങ്ങളുണ്ട്. 1. ബൈബിളിൽ സംഖ്യകൾക്ക് പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ടാകാം. 2. 666 മനസ്സിലാക്കാൻ ബൈബിൾ തന്നെ ജ്ഞാനവും വിവേകവും ആവശ്യപ്പെടുന്നു. 3. 666 മൃഗത്തിന്റെ സംഖ്യയാണ്. 4. 666 മാർക്ക് ഓഫ് ദ ബീസ്റ്റും ഒരേ കാര്യമല്ല. 5. 666 ഒരു മനുഷ്യന്റെ പേര് അല്ലെങ്കിൽ ടൈറ്റിൽ എന്നിവയുമായി ബന്ധപ്പെട്ട സംഖ്യയായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. ക്രിസ്ത്യാനികൾ 666 കണ്ടുപിടിക്കുന്നതിൽ മാത്രം ആവിധ ശക്തി ആകേണ്ടതില്ല. നെഹ്റു ആണോ, ദ ഫ്യൂച്ചർ ലീഡർ ആണോ, ഏത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്, ഇതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ബൈബിൾ നമ്മോട് പറയുന്ന വലിയൊരു വാർണിംഗ് ഉണ്ട്. 666 തിരിച്ചറിയതിനേക്കാൾ വലുതാണ് അത് ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുക എന്നത്. ലോകം മാറിയാലും, രാഷ്ട്രീയ ശക്തികൾ മാറിയാലും, ഭരണാധികാരികൾ മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് 666 കുറിച്ച് ഭയപ്പെടുന്നതിന് മുമ്പ് ജ്ഞാനം അന്വേഷിക്കുക. ഊഹങ്ങൾ പിന്തുടരുന്നതിന് മുമ്പ് ബൈബിൾ പരിശോധിക്കുക. ലോകം ആരെ ആരാധിച്ചാലും നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് ഉറപ്പാക്കുക. കാരണം അവസാന കാലത്തെ ഏറ്റവും വലിയ ചോദ്യം 666 എന്താണ് എന്നതായിരിക്കണമെന്നില്ല. ഒരു പക്ഷേ യഥാർത്ഥ ചോദ്യം നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള ബൈബിൾ മിസ്റ്ററീസ്, ഏൻഷ്യന്റ് സ്റ്റോറി എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ബൈബിളിലെ ചില രഹസ്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നായി തോന്നും, പക്ഷേ അവയുടെ പിന്നിലെ കഥ മനസ്സിലാക്കിയാൽ അത് പൂർണ്ണമായും മറ്റൊന്നായിരിക്കും. ഉണർന്നിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത മിസ്റ്ററിയുമായി കാണാം.